സ്വാഗത പ്രസംഗത്തിനായിട്ട് സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻ്റ് ഹെഡ് മാസ്റ്റർ തോമസ് വർഗീസ് തോട്ടപ്പള്ളിയെ ക്ഷണിക്കുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രകാശ് തോമസ് കാഞ്ചിരത്തിങ്ങൽ അച്ഛ, ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ ഇടവക വികാരി ബഹുമാനപ്പെട്ട പീറ്റർ മാത്യു അച്ഛ, ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ശ്രീ ജോബി തോമസ് മറ്റത്തിൽ സാർ, സ്റ്റാഫ് സെക്രട്ടറി തോമസ് ലോനപ്പൻ സാർ, മാതാപിതാക്കളുടെ പ്രതിനിധി ശ്രീ സജിമോൻ ജോസഫ് കന്നിട്ടയിൽ, കുട്ടികളുടെ പ്രതിനിധിയായി കുമാരി തെരേസ സാജൻ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ വോളണ്ടിയേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, വിശുദ്ധ ദാനിയേൽ കമ്പോണി ഇടവകയിലെ സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ 2016-17 അധ്യയന വർഷത്തിൻ്റെ സമാപനവും 2017-18 വർഷത്തിൻ്റെ ആരംഭമായ പ്രവേശനോത്സവവും കുറിക്കുന്ന വാർഷിക ആഘോഷമായ ഫെയ്ത്ത് ഫെസ്റ്റ് 2017 ആഘോഷങ്ങൾ വിശുദ്ധ കുർബാനയോടുകൂടി നമ്മൾ ആരംഭിക്കുകയുണ്ടായി. ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനവും പൊതുസമ്മേളനവുമാണ് ഇനി ഇവിടെ നടക്കുക. നമ്മുടെ വിശ്വാസ പരിശീലന കേന്ദ്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. 2300-ൽ പരം കുട്ടികൾ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വിശ്വാസ പരിശീലനം നേടി. ഏതാണ്ട് 2500ഓളം കുട്ടികൾ ഈ വർഷം വിശ്വാസ പരിശീലനം നേടാൻ പോവുകയാണ്. ഇത്രയും വലിയ ഒരു ഇടവക എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ ഇടവക മാത്രമായിരിക്കും. വളരെ അധികം പരിമിതികൾ ഉണ്ടായിരുന്നിട്ട് പോലും ഇതിൻ്റെ പ്രവർത്തനം ഇത്ര ഭംഗിയായി നടന്നു പോകുന്നു എന്നതിൽ നാം ഓരോരുത്തർക്കും അഭിമാനം കൊള്ളാവുന്നതാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ ഡയറക്ടർ പ്രകാശച്ചൻ, നമ്മുടെ വികാരി പീറ്ററച്ചൻ, ജോണിയച്ചൻ, ആൽബർട്ടച്ചൻ, ഇടവകയിലെ മറ്റ് വൈദികർ, കൂടാതെ നമ്മുടെ ഹെഡ് മാസ്റ്റർ ജോബി സാർ, ഓഫീസ് കാര്യങ്ങൾ നിർവഹണം ചെയ്യുന്ന ലോനപ്പൻ സാർ, മാർട്ടിൻ സാർ, 100-ൽ പരം പ്രഗത്ഭരായ അധ്യാപകർ, 50-ൽ പരം എന്തിനും തയ്യാറായിട്ടുള്ള വോളണ്ടിയേഴ്സ്, അതിലുപരി ഏത് കാര്യത്തിനും നമ്മളോട് സഹകരിക്കുന്ന മാതാപിതാക്കൾ, നമ്മുടെ സ്നേഹമുള്ള കുട്ടികൾ, ഇവർ എല്ലാവരും ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അവസരത്തിൽ ഇവരെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രോഗ്രാമുകൾ എത്രയും പെട്ടെന്ന് പബ്ലിക് മീറ്റിങ്ങുകൾ ചുരുക്കി ദീർഘമായ കുട്ടികളുടെ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യേണ്ടതായതുകൊണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതലൊന്നും തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ഫാദർ പ്രകാശ് തോമസ് കാഞ്ചിരത്തിങ്ങലിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനും നമ്മുടെ ഇടവകയുടെ വികാരിയുമായ ബഹുമാനപ്പെട്ട ഫാദർ പീറ്റർ മാത്യുവിനെ നിങ്ങൾ ഓരോരുത്തരുടെയും നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ശ്രീ ജോബി തോമസ് മറ്റത്തിനെ നിങ്ങൾ ഏവരുടെയും നാമത്തിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ സ്റ്റാഫ് സെക്രട്ടറി എപ്പോഴും ഓഫീസിൽ ചിരിക്കുന്ന മുഖവുമായി എല്ലാവരെയും സ്വീകരിക്കുന്ന നമ്മുടെ തോമസ് ലോനപ്പൻ സാറിനെ നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മാതാപിതാക്കളുടെ പ്രതിനിധിയായി ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ശ്രീ സജിമോൻ ജോസഫ് കന്നിട്ടയിലിനെ ഞാൻ നിങ്ങൾ
ഏവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കുട്ടികളുടെ പ്രതിനിധിയായി കുമാരി തെരേസ സാജനെ നിങ്ങൾ ഏവരുടെയും നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ ജനറൽ കൺവീനർ ശ്രീ ഷാജി നഗരൂർ, ബഹുമാനപ്പെട്ട ജോണി അച്ഛൻ, നമ്മളുടെ ആൽബർട്ട് അച്ഛനെയും എല്ലാ കാര്യങ്ങളിലും കുട്ടികളോടൊപ്പം കുട്ടികളുടെ കാര്യങ്ങൾക്കായി എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ആൽബർട്ട് അച്ഛനെയും നിങ്ങൾ ഓരോരുത്തരുടെയും നാമത്തിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിലെ വൈദികരായ ബിനോയ് അച്ഛനെയും നോയൽ അച്ഛനെയും നിങ്ങൾ ഓരോരുത്തരുടെയും നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ പ്രിയപ്പെട്ട അധ്യാപകർ, വോളണ്ടിയേഴ്സ്, മാതാപിതാക്കൾ, കുട്ടികൾ, നമ്മളുടെ പാരീഷ് കൗൺസിൽ മെമ്പേഴ്സ്, കാറ്റഗിസം കൗൺസിൽ മെമ്പേഴ്സ്, മറ്റ് ഇടവകയിൽ നിന്ന് വരാമെന്ന് ഏറ്റിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, മറ്റ് ഇടവകയിലെ നിന്ന് വരാമെന്ന് ഏറ്റിട്ടുള്ള വൈദികർ, ഇവരെല്ലാവരെയും ഞാൻ നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് നമ്മുടെ സീറോ മലബാർ പരിശീലന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറും നമ്മുടെ ഇടവകയിലെ അസിസ്റ്റൻ്റ് വികാറുമായ റവറൻ ഫാദർ പ്രകാശ് കാഞ്ഞിരത്തെങ്കൽ അച്ഛനെ ക്ഷണിക്കുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട പീറ്ററച്ച, സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ജോബി സാറ്, തോമസ് സാറ്, മാതാപിതാക്കളെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന സജിച്ചേട്ട, തെരേസ സാജൻ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ വിശ്വാസ പരിശീലനത്തിൻ്റെ തുടങ്ങിയതിന് ശേഷം രണ്ടാമത്തെ വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി നമ്മൾ വളർന്നിട്ടുണ്ട്. നന്ദിയോടുകൂടി തന്നെ നമുക്ക് ആയിരിക്കാം. കാരണം വളരെ മനോഹരമായിട്ട് വിശ്വാസ പരിശീലനം നമ്മുടെ ഇടവകയിൽ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരെയും അതുകൊണ്ട് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജോബി സാറിനെയും തോമസ് സാറിനെയും മാർട്ടിൻ സാറിനെയും തോമസ് ലോനപ്പൻ സാറിനെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ആദ്യം തന്നെ ഞാനിത് പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നത് ഇവരാണ്. വിശ്വാസ പരിശീലനത്തിൻ്റെ ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം, കേരളത്തിലെ ഒരു രൂപതയിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ചോദ്യമാണ് വാർഷിക പരീക്ഷയിൽ വിശ്വാസ പരിശീലനത്തിൽ. 10 വർഷത്തെ വിശ്വാസ പരിശീലനത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ അനുഭവിച്ച് അറിഞ്ഞതിനെക്കുറിച്ച് ഒരു ഉപന്യാസം എഴുതുവാനുള്ളതാണ്. പേപ്പറുകൾ നോക്കിയ അധ്യാപകർക്ക് വളരെ ആകർഷിച്ച ഒരു ആൻസർ പേപ്പർ കാണിച്ചതോർക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറയുകയാണ്, വിശ്വാസ പരിശീലനം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നടത്തി. എല്ലാ ദിവസവും ഞാൻ വിശ്വാസ പരിശീലനത്തിൽ പങ്കെടുക്കുമായിരുന്നു. ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ വരുമായിരുന്നു. എന്നും പ്രാർത്ഥന ചെല്ലുമായിരുന്നു വൈകുന്നേരം വീട്ടിൽ. പക്ഷേ ഈ 10 വർഷവും എനിക്ക് ക്രിസ്തുവിനെ അനുഭവിക്കാൻ വേണ്ടി സാധിച്ചില്ല.
ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. നോക്കുമ്പോൾ ബോധം കെട്ടുകിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പപ്പാനിയാണ് കാണുന്നത്. അമ്മ വിളിച്ച് അയൽവാസികളെല്ലാവരും ഓടി വന്നു. ബോധക്കേടുണ്ടായത് ഹൃദയസ്തംഭന നിമിത്തമാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇവനും കൂടെ പോയി. ICUവിൽ കയറ്റി ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു, രക്ഷപ്പെടാൻ വേണ്ടി സാധ്യത കുറവാണ്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഈ കുഞ്ഞ് കേട്ടു. അവൻ്റെ അമ്മ അവനെ പിടിച്ചു പറഞ്ഞു, മോനെ, ഈശോയോട് തീക്ഷ്ണമായിട്ട് കരഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോ നമ്മുടെ പപ്പയെ രക്ഷിക്കും. എന്തായാലും ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും പ്രാർത്ഥന കേട്ടു. 4 ദിവസം കഴിഞ്ഞപ്പോൾ ICUവിൽ നിന്ന് പുറത്തു വന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു. ഇവൻ്റെ പപ്പായ്ക്ക് പഴയ ആരോഗ്യം തിരിച്ചു കിട്ടി. ഈ കുട്ടി എന്നിട്ട് ഉപന്യാസത്തിൽ എഴുതി വയ്ക്കുകയാണ്, അന്ന് ഞാൻ എൻ്റെ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞു. എൻ്റെ ദൈവം സർവശക്തനാണ്. എപ്പോൾ വിളിച്ചാലും കരഞ്ഞപേക്ഷിച്ചാൽ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു നല്ല ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. വിശ്വാസ പരിശീലനത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. ക്രിസ്തുവിനെ അറിയുക, അറിഞ്ഞ ക്രിസ്തുവിനെ അനുഭവിക്കുക, അനുഭവിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇടവകയിൽ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി തന്നിട്ടുണ്ട്. ഈ വിശ്വാസ പരിശീലനം ഏറ്റവും നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള എല്ലാ അച്ഛന്മാരുടെയും സഹകരണമുണ്ട്. പ്രത്യേകിച്ചും പീറ്റർ അച്ഛൻ്റെയും ആൽബർട്ട് അച്ഛൻ്റെയും അവസരത്തിൽ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നമുക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങൾ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ വലിയ കടമയാണ് നിങ്ങളുടെ കുഞ്ഞിനെ ക്രിസ്തുവിനെ അനുഭവിച്ച് അറിഞ്ഞ ഒരു വ്യക്തിയാക്കി തീർക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ അറിയണമെങ്കിൽ നമ്മൾ പള്ളിയിൽ വരണം, പ്രാർത്ഥിക്കണം, വിശുദ്ധ കുർബാനകളോട് കൂദാശകളോട് സ്നേഹമുണ്ടായിരിക്കണം. നമുക്കൊരു യാത്ര ചെയ്യുമ്പോൾ, ദൂരോട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസമുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അസ്വസ്ഥരായിരിക്കുകയില്ല. അപ്പോൾ നമ്മുടെ യാത്രയിൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഏക വ്യക്തി ഈശോയാണ്. ഈ ഈശോയെ അനുഭവിക്കാൻ വിശ്വാസ പരിശീലനം ആവശ്യമാണ്. പല മാതാപിതാക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്, കുട്ടികൾ നന്നാകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല, വിശ്വാസ പരിശീലനത്തിന് പോകുന്നില്ല. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലെ വിശ്വാസ പരിശീലനം കൊടുക്കുന്നില്ല. ഒരു വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് അതിൻ്റെ ആരംഭം കുറിക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മ ഒരു കുഞ്ഞിനെ മടിയിലിരുത്തി കുരിശ് വരപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. അന്ന് വിശ്വാസ പരിശീലനം തുടങ്ങുന്നതാണ്. മാതാപിതാക്കളിൽ നിന്നാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. ഈ കുഞ്ഞ് പപ്പായെയും ചേട്ടനെയും ചേച്ചിയെയും എല്ലാം അറിയുന്നത് എങ്ങനെയാണ്? അമ്മ പറഞ്ഞു കൊടുക്കുക, ഇത് പപ്പയാണ്, ഇത് ചേട്ടനാണ്, ഇത് ചേച്ചിയാണ്. അതുപോലെ നമ്മൾ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് അത് അനുഭവിച്ച് ഈ കുഞ്ഞ് വിശ്വാസ പരിശീലനത്തിൽ വന്ന് അത് കഴിഞ്ഞ് സഭയെക്കുറിച്ചും കൂദാശകളെക്കുറിച്ചൊക്കെ പഠിച്ച് അവർ നല്ലൊരു വ്യക്തിയായി തീരുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കൾക്ക് നല്ല വിശ്വാസ പരിശീലനം കൊടുത്താൽ, നിങ്ങളുടെ മക്കൾ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ മക്കളെ ഓർച്ചുകൊണ്ട് പേടിക്കേണ്ട വരികയില്ല. കാരണം ക്രിസ്തുവിനെ അനുഭവിച്ച ഒരു കുഞ്ഞിന് ഒരിക്കലും വഴിതെറ്റി പോകാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ വിശ്വാസ പരിശീലനത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ സ്നേഹത്തോട് ഞാൻ അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കെല്ലാം ഈ അവസരത്തിൽ നന്ദി പറയുക. എൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്ന നല്ല ഒരു അധ്യാപകരുടെ കൂട്ടമുണ്ട്. അതുപോലെ സമർപ്പണ മനോഭാവമുള്ള വലിയ കമ്മിറ്റ്മെൻറ്റുമുള്ള ഒരു വോളണ്ടിയേഴ്സ് ഉണ്ട്. അതുപോലെ മാതാപിതാക്കളുടെ സഹകരണമുണ്ട്. ഇവരെല്ലാവരും കൂടെ ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വിശ്വാസ പരിശീലനം ഏറ്റവും മനോഹരമായിട്ട് പോകുന്നത്.
ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ അവസരത്തിൽ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യക്ഷ പ്രസംഗത്തിൽ നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ള ഒരേ ഒരു കാര്യമാണ്, വിശ്വാസ പരിശീലന ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിനെ അനുഭവിക്കുക, ആ ക്രിസ്തുവിനെ മറ്റുള്ളവരോട് പ്രഘോഷിക്കുക. അതിന് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി സഹായിക്കാനാണ് ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ അച്ഛന്മാരും മതാധ്യാപകരും വോളണ്ടിയേഴ്സും എല്ലാം പരിശ്രമിക്കുന്നത്. അതിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ ഹെഡ് മാസ്റ്റർ ശ്രീ ജോബി തോമസ് മറ്റത്തിൽ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. നമ്മുടെ കാറ്റഗിസത്തിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട പ്രകാശച്ച, ഇടവുകാരി ബഹുമാനപ്പെട്ട പീറ്ററച്ച, അസിസ്റ്റൻ്റ് ഹെഡ് മാസ്റ്റർ തോമസ് വർഗീസ് സാർ, സ്റ്റാഫ് സെക്രട്ടറി തോമസ് ലോനപ്പൻ സാർ, പേരൻസ് റെപ്രസെൻറ്റേറ്റീവ് ശ്രീ സജി കന്നിട്ടയിൽ, സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ് തെരേസ സാജൻ, എത്രയും സ്നേഹം നിറഞ്ഞ ടീച്ചേഴ്സ്, വോളണ്ടിയേഴ്സ്, മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, 3 വർഷം പൂർത്തിയാക്കി 4ാം വർഷത്തിലേക്ക് കടക്കുന്ന നമ്മുടെ ഈ വേദപാഠം ആദ്യമായി തന്നെ സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനായി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒത്തിരിയേറെ മാറ്റങ്ങൾ നമ്മുടെ വേദപാഠത്തിന് വന്നിട്ടുണ്ട്. നാട്ടിലെ ഏത് ഇടവകളിലെ വേദപാഠത്തിനോടും കിടപിടിക്കത്തക്ക രീതിയിൽ തന്നെ നമ്മുടെ വേദപാഠവും വളർന്നു കഴിഞ്ഞു. ഒത്തിരിയേറെ ആൾക്കാരുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഒരു ഫലമാണ് നമ്മുടെ ഈ വേദപാഠം ഇത്രയും ഭംഗിയായി കൊണ്ടു നടക്കുന്നത്. നിങ്ങൾക്ക് ഓഫീസിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അറിയാം, അവിടെ ഏത് സമയത്തും ഓഫീസിലെ കുർബാനകൾക്ക് ശേഷം ആൾക്കാരുണ്ട്. TCക്കായും മറ്റുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റോ അതുപോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ, നാട്ടിൽ പോയിട്ടിരിക്കുന്ന കുട്ടികളുടെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം നിർവഹിച്ചു തരാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഉച്ചയ്ക്ക് വേദപാഠം കഴിഞ്ഞ് നമ്മൾ കുട്ടികളെ കൂട്ടാൻ വേണ്ടി വരുമ്പോൾ വിയർത്ത് ഒലിച്ച് അവിടെ നിൽക്കുന്ന വോളണ്ടിയേഴ്സിനെ നിങ്ങൾ കാണാറുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ത്യാഗ മനോഭാവമാണ് ഈ നമ്മുടെ വേദപാഠം ഇത്ര ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടു നടക്കുന്നത്. 100% നമ്മൾ പെർഫെക്റ്റ് ആണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിൽ പോലും ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, ചെറിയ കുറവുകൾ ഉണ്ടാകുമ്പോൾ അവ ക്ഷമിച്ച് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് തരുന്ന പ്രോത്സാഹനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ റിപ്പോർട്ട് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ റിപ്പോർട്ടിൻ്റെ വിശദമായ രൂപം നമ്മുടെ സൊവനിയറിൽ കൊടുത്തിട്ടുണ്ട്. സമയമില്ലാത്തതിനാൽ ഇതിലെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നുള്ളൂ. വിശദമായ റിപ്പോർട്ട് നിങ്ങൾ പഠിച്ച ശേഷം എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകളോ അതിനകത്ത് ഏതെങ്കിലും പോരായ്മകളോ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഈ വേദപാഠം നന്നാക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നമ്മുടെ അച്ഛന്മാരെയോ അല്ലെങ്കിൽ ഓഫീസിലോ അറിയിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. അബ്ബാസിയ സെൻറ് ഡാനിയൽ കമ്പോണി ഇടവക സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ 2016-17 പ്രവർത്തനത്തിലെ വാർഷിക റിപ്പോർട്ട്. ആമുഖം. വടക്കേ അറേബ്യ അപ്പസ്തോലിക് വികാരിയേറ്റിൻ്റെ കീഴിൽ 2008 കുവൈറ്റിലെ അബ്ബാസിയയിൽ കത്തോലിക്കർക്ക് വേണ്ടി സെൻറ് ഡാനിയൽ കമ്പോണി മിഷൻ സെൻറ്റർ സ്ഥാപിച്ചത്. സിറ്റി കത്തീഡ്രൽ പള്ളിയിൽ നടന്നു വന്നിരുന്ന വിശ്വാസ പരിശീലന ക്ലാസ്സുകളാണ് ഈ ഇടവയിലെ കുട്ടികൾ വിശ്വാസ പരിശീലനത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ തുടക്കം 2014 മെയ് മാസത്തിൽ കുവൈറ്റിൽ സന്ദർശനം നടത്തിയ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയും ഉത്തര അറേബ്യ അപ്പസ്തോലിക് വികാർ അഭിമന്യ ബിഷപ്പ് കമീലോ ബാലിൻ പിതാവും തമ്മിൽ നടന്ന ചർച്ചയിൽ 2014 സെപ്റ്റംബർ മുതൽ കുവൈറ്റിലെ 4 ഇടവകളിലും സീറോ മലബാർ വിശ്വാസ പരിശീലന ക്ലാസുകൾ തുടങ്ങുന്നതിന് തീരുമാനമെടുത്തു. അബ്ബാസിയ സെൻറ് ഡാനിയൽ കമ്പോണി ഇടവകയിൽ 2014 ആഗസ്റ്റ് മാസത്തിൽ സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രം ആരംഭിക്കുകയും 2014 സെപ്റ്റംബർ മുതൽ ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്തു. സീറോ മലബാർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ ഘടന. റവറൻഡ് ഫാദർ പ്രകാശ് കാഞ്ഞിരത്തനാണ് സെൻറ് ഡാനിയൽ കമ്പോണി ഇടവകയിലെ സീറോ മലബാർ വിശ്വാസ കേന്ദ്രത്തിൻ്റെ തുടക്കം മുതലുള്ള ഡയറക്ടർ. ഫാദർ ജോണി ലോണിസ് മഴുവഞ്ചേരി അസിസ്റ്റൻ്റ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. ജോബി തോമസ് മറ്റത്തിൽ ഹെഡ് മാസ്റ്റർ, തോമസ് വർഗീസ് തോട്ടപ്പള്ളി അസിസ്റ്റൻ്റ് ഹെഡ് മാസ്റ്റർ, തോമസ് ലോനം പട്ടത്തുപറമ്പിൽ സ്റ്റാഫ് സെക്രട്ടറി, മാർട്ടിൻ മാത്യു റാപ്പുഴ IT അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ പദവികളിൽ പ്രവർത്തിക്കുന്നു.
ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ, ഹെഡ് മാസ്റ്റർ, അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ, ഓഫീസ് ടീം, അധ്യാപക പ്രതിനിധികൾ, രക്ഷകർത്താക്കളുടെ പ്രതിനിധികൾ, വോളണ്ടിയേഴ്സിൻ്റെ പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന കാറ്റഗിസം കൗൺസിൽ പ്രവർത്തിക്കുന്നു. 1 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ 48 ഡിവിഷനിലായി 55 അധ്യാപകരാണ് ആദ്യ വർഷം 2014-15 വർഷങ്ങളിൽ പഠിപ്പിക്കാനായി ഉണ്ടായിരുന്നത്. 1882 കുട്ടികളാണ് ആദ്യ വർഷം നമ്മുടെ കേന്ദ്രത്തിലുണ്ടായിരുന്നത്. രണ്ടാം വർഷം 2015-16 1 മുതൽ 12 ക്ലാസ്സുകളിലായി കുട്ടികളുടെ എണ്ണം 2064 ഉയർന്നു. ഈ കഴിഞ്ഞ വർഷം 2016-17 ഡിവിഷനുകളുടെ എണ്ണം 64 കുട്ടികളുടെ എണ്ണം 2279 അധ്യാപകരുടെ എണ്ണം 93 ഉയർന്നു. ഇതോടൊപ്പം ക്ലാസ്സുകൾ ഒരുക്കുന്നതിനും മറ്റുമായി 70-ഓളം വോളണ്ടിയേഴ്സും നമുക്കുണ്ട്. ഈ കേന്ദ്രത്തിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ: സ്കൂൾ അവധിക്കാലത്ത് ജൂൺ ജൂലൈ മാസങ്ങളിൽ കുട്ടികൾക്കായി സമ്മർ ക്ലാസ്സുകൾ നടത്തി വരുന്നു. ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുട്ടികൾക്കായി എല്ലാ വർഷവും ജനുവരി മുതൽ ഏപ്രിൽ വരെ പ്രത്യേക ക്ലാസ്സുകൾ നടത്തി അവരെ അതിനായി ഒരുക്കുന്നു. ആദ്യ കുർബാന സ്വീകരണവുമായി ബന്ധപ്പെട്ട